ഓക്കെ. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ട്രിപ്പിൾ ഇൻ്റഗ്രൽസിൻ്റെ ഇവാലുവേഷനാണ് പഠിച്ചത്. ഇനി നമ്മൾ ഡബിൾ ഇൻ്റഗ്രൽസിൽ പഠിച്ച പോലെ തന്നെ നമ്മൾ ഈ എക്സ് വൈ എന്ന് പറഞ്ഞ സാധനം കോർഡിനേറ്റ്സ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകാം. അതായത് നമ്മൾ ഡബിൾ ഇൻ്റഗ്രൽസ് നമ്മൾ പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പഠിച്ചു. അപ്പോൾ ചില പ്രോബ്ലംസിൽ നമ്മൾ ഇതുപോലെ ഈ എക്സ് വൈനെ പിടിച്ച് ആർ തീറ്റയിലേക്ക് മാറ്റുമ്പം അത് കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇൻ്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. എല്ലാ പ്രോബ്ലംസിലും പറ്റില്ല, ചില പ്രോബ്ലംസ്, അതായത് നമുക്ക് സർക്കിൾ ഇൻവോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ നമ്മുടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻവോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ്, അതൊക്കെ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് പോളാർ ഇൻ്റഗ്രൽസിൽ പോളാർ കോർഡിനേറ്റ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ട്രിപ്പിൾ ഇൻ്റഗ്രൽസ്, ചില ഇൻ്റഗ്രൽസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് നമ്മൾ കോർഡിനേറ്റ്സ് ഒന്നും ചേഞ്ച് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ എല്ലാ കേസിലും ചില കേസുകളിൽ, ഫോർ എക്സാമ്പിൾ സ്പെറിക്കൽ കോർഡിനേറ്റ്സ് ഉണ്ട്, സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ഉണ്ട്, അങ്ങനെ പല പല കോർഡിനേറ്റ് സിസ്റ്റംസ് ഉണ്ട്. ചില പ്രോബ്ലംസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രോബ്ലം നമ്മളതൊന്ന് ചേഞ്ച് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ആ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. സോ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാൻ പോവാണ്. ആദ്യം നമുക്ക് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് നോക്കാം. സോ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോളാർ കോർഡിനേറ്റ്സിൻ്റെ എക്സ്റ്റൻഷനാണ്. സോ പോളാർ കോർഡിനേറ്റ്സ് എല്ലാവർക്കും അറിയാമല്ലോ. എന്താണ് പോളാർ കോർഡിനേറ്റ്സ്? നമ്മൾ എക്സ് വൈനെ നമ്മൾ ആർ തീറ്റ എന്ന് പറഞ്ഞ സാധനമായിട്ട് മാറ്റും. അതായത് ഇപ്പോൾ നമുക്കൊരു 2 ഡയമെൻഷനിൽ ഒരു പോയിന്റ് ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ എക്സ് എന്നുള്ള ഡിസ്റ്റൻസ് വൈ എന്നുള്ള ഡിസ്റ്റൻസ് വെച്ചാണ് നമ്മൾ സാധാരണ പോയിന്റിനെ പറയണേ. അതല്ലാതെ പോളാർ കോർഡിനേറ്റ്സിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് വെച്ചാൽ ഒറിജിനുള്ള ഡിസ്റ്റൻസ് ആർ എടുക്കും. എന്നിട്ട് ആ ലൈൻ അപ്പോൾ എക്സ് ആക്സസിൻ്റെ പോസിറ്റീവ് ആംഗിളായിട്ട് മേക്ക് ചെയ്യുന്നത് ആംഗിൾ തീറ്റ എന്ന് എടുത്തിട്ട് നമ്മൾ എക്സ് വൈക്ക് വരും ആർ തീറ്റ എന്ന് പറയും. ഇങ്ങനെയാണ് നമ്മൾ പോളാർ കോർഡിനേറ്റ്സ് പഠിപ്പിക്കുന്നത്. വേറെ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ആർ കോസ് തീറ്റ. വൈ എന്ന് പറഞ്ഞാൽ ആർ സൈൻ തീറ്റ. സോ ഒബ്വിയസ്ലി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർ സ്ക്വയർ കിട്ടും. അതുപോലെ ടാൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈ ബൈ എക്സും തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് വൈ. സോ ഇത്രയും പ്രോപ്പർട്ടീസാണ് പഠിച്ചത്. അതുപോലെ തന്നെ നമുക്ക് ആ ഇൻ്റഗ്രൽ ഇവാലുവേഷൻ, ഇപ്പം നമുക്ക് ഇൻ്റഗ്രൽ ഡി എക്സ് ഡി വൈ ഡി വൈ ഡി എക്സ് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് ആർ ഡി ആർ ഡി തീറ്റ. ഇവിടെ ആർ എന്ന് പറയുന്ന ഫാക്ടറും കൂടെ വരും. അത് നമ്മുടെ ജക്കോബിയൻ എന്നാണ് പറയണേ. ഒരു സ്കെയിലിംഗ് ഫാക്ടറാണ്. നമ്മൾ ഓൾറെഡി പ്രോബ്ലംസ് ചെയ്തതാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നെക്സ്റ്റ് സെക്ഷനിൽ പഠിക്കും ജക്കോബിയൻ. സോ ഇത് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കൊരു സ്കെയിലിംഗ് ഫാക്ടറോട് കൊടുക്കണം. നമ്മൾ പോളാർ കോർഡിനേറ്റ്സിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ കൊടുക്കുന്ന സ്കെയിലർ ഫാക്ടറാണ് ആർ എന്ന് പറയുന്നത്. ഓക്കെ. സോ അതേപോലെ ഇപ്പോൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ 3 ഡയമെൻഷണൽ വേർഷൻ അപ്പോൾ 3 സാധനം ഉണ്ടാവും അല്ലേ? ഏതൊക്കെയാണ്? എക്സ് വൈ ഇസഡ്. സിലിണ്ടറിക്കൽ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ എക്സും വൈക്കും പകരം ആറും തീറ്റയും കൊടുക്കും, ഇസഡിന് അതുപോലെ തന്നെ ആയിരിക്കും, ബാക്കിയെല്ലാം സെയിം ആണ്. ഓക്കെ. അതായത് നമുക്ക് സ്പേസിലുള്ളൊരു പോയിന്റ് ഉണ്ടെങ്കിൽ ആദ്യം ആ പോയിന്റ് നേരെ പിടിച്ച് നമുക്ക് സ്പേസിലുള്ളൊരു പോയിന്റ് ഉണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മുടെ എക്സ് ഇസഡ് പ്ലെയിൻ ആണെന്ന് വിചാരിക്കുക, എക്സ് പ്ലെയിൻ വൈ പ്ലെയിൻ ആണെങ്കിൽ ആ പോയിന്റ് നേരെ പിടിച്ച് എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യും. എന്നിട്ട് അവിടെ ആ പോയിന്റിനെ ആറും തീറ്റ വെച്ച് പറയും. പിന്നെ ഇസഡ് ആയിട്ട് എടുക്കാൻ പോകുന്ന ഇസഡ് ഒറിജിനൽ ആയിട്ടുള്ള ഇസഡ് കോർഡിനേറ്റ്. ഓക്കെ. സോ ഇവിടെ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്നത് ഇങ്ങനെയാണ്: ആർ കോസ് തീറ്റ, വൈ എന്ന് പറഞ്ഞാൽ ആർ സൈൻ തീറ്റ, ഇസഡ് എന്ന് പറഞ്ഞാൽ ഇസഡ്. ഇതാണ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൻ്റെ കൺവേർഷൻ. ഇവിടെ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പേസുള്ള ഒരു പോയിന്റ് നേരെ ഇങ്ങനെ എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യും. അപ്പോൾ നേരെ താഴെയുള്ള പോയിന്റ് കിട്ടും. ഇനി എക്സ് വൈ പ്ലെയിനുള്ള ഏത് പോയിന്റ് നമുക്ക് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം? ഒറിജിനൽ എന്നുള്ള ഡിസ്റ്റൻസ് ആർ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാം. പിന്നെ എക്സ് ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ. സോ ഇത് വെച്ചിട്ട് നമ്മൾ അതിനെ പറയും, എക്സ് വൈ കോർഡിനേറ്റ്സ് പറയും. പിന്നെ ഇസഡ് എന്ന് പറഞ്ഞാൽ ആ എക്സ് വൈ പ്ലെയിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇസഡ്. ഓക്കെ. ഓൾസോ ആർ എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയും. അതുപോലെ തന്നെ ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈ ബൈ എക്സ് വരും. സോ ദിസ് ഈസ് കോൾഡ് പോളാർ കോർഡിനേറ്റ്സ്. ഓക്കെ. സോ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ്. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർ തീറ്റ ഇസഡ് എന്ന് പറയും. ആർ ആൻഡ് തീറ്റ ആർ പോളാർ കോർഡിനേറ്റ്സ് ഓഫ് ദ. സോ ആറും തീറ്റ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ പോളാർ കോർഡിനേറ്റ്സ് ആണ്. ഇസഡ് എന്ന് പറഞ്ഞാൽ അതുപോലെ നമ്മൾ വെക്കുന്നത്. സോ ഇതാണ് എൻ്റെ ഐഡിയ. ഈ ഒരു പോയിന്റിന് ഞാൻ നേരെ എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്തു. ഇവിടെ ഞാൻ ആറും തീറ്റയും പോളാറിലുള്ളതുപോലെ കൊടുക്കും, പിന്നെ ഇസഡ് എന്ന് പറഞ്ഞ ഇസഡ് ആയിട്ട് കൊടുക്കും. ഓക്കെ. സോ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ്സ് കുറച്ചും കൂടി എളുപ്പമായിട്ട് എഴുതാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു സിലിണ്ടർ എന്ന് പറഞ്ഞ സാധനം, ഇപ്പോൾ നമ്മൾ സിലിണ്ടർ പറയില്ല, ഇപ്പോൾ നമ്മൾ സിലിണ്ടർ ഉണ്ട്. സിലിണ്ടർ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ 2 ഡയമെൻഷനിലാണ്. നമ്മൾ എക്സ് വൈ പ്ലെയിനിൽ മാത്രമാണെന്ന് പറഞ്ഞാൽ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സർക്കിൾ മാത്രമായിരിക്കും. ഓക്കെ. പിന്നെ സിലിണ്ടർ ഉണ്ടാകുന്ന നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി കുറേ സർക്കിൾസ് ഇങ്ങനെ അടുക്കി പെറുക്കി ഇങ്ങനെ ഒരേപോലെ എടുത്ത് വെക്കുന്നതിനാണ് നമ്മൾ സിലിണ്ടർ എന്ന് പറയുന്നത്. ഒരേ ലെങ്ത്, ഒരേ സെൻറ്ററും അല്ല ഒരേ റേഡിയസ് ഉള്ള സർക്കിൾസ് നമ്മൾ ഒന്നിന് വെർട്ടിക്കലായിട്ട് നമ്മൾ സ്റ്റാക്ക് ചെയ്യുന്നതിനാണ് സിലിണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വൈ പ്ലെയിനിലാണെങ്കിൽ ജസ്റ്റ് അതൊരു സർക്കിൾ ആയിരിക്കും. പക്ഷേ നമ്മൾ ഇസഡ് വേരി ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ബാധിക്കില്ല. അപ്പോൾ നമുക്ക് വരാൻ പോകുന്ന ഓരോ ഇസഡ് വരുമ്പോൾ ഇതേ സർക്കിളിൻ്റെ മേളിലോട്ട് താഴോട്ടും പോകും. സോ ഇതെന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ആൻ ഇൻഫിനിറ്റ് സിലിണ്ടർ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷനിൽ അതൊരു ഇൻഫിനിറ്റ് സിലിണ്ടറാണ്. നമ്മൾ ഇത് സർക്കിൾ എന്ന് പഠിച്ചു. കാരണം ഒരൊറ്റ നമ്മൾ പ്ലെയിൻ മാത്രം എടുക്കുകയാണെങ്കിൽ സർക്കിൾ ആയിരിക്കും. അല്ല എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ഇസഡ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ പ്ലെയിനിൽ എടുക്കുകയാണെങ്കിൽ
ഒരു വലിയ കുറച്ചും കൂടെ വലിയ മേളിലുള്ള പ്ലെയിനിൽ നമ്മൾ ഇതേ സർക്കിൾ വരയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ. സോ ബേസിക്കലി ഈ ഇക്വേഷൻ ദിസ് ഡിനോട്ട്സ് ആൻ ഇൻഫിനിറ്റ് സിലിണ്ടർ. കാര്യം ഇവിടെ ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും ആവാം. ഓക്കെ, സോ സിലിണ്ടറിന്റെ പ്രോബ്ലംസിലൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിമ്പിൾ ആയിട്ട് എന്താവും, ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 അല്ലെങ്കിൽ ആർ ഈസ് ഈക്വൽ ടു 1 കിട്ടും. സോ ഈ ഒരു വലിയ സാധനത്തിന് നമ്മൾ സിമ്പിൾ ആയിട്ട് ആറിന്റെ ടേംസ് എഴുതാൻ പറ്റും. സോ സിലിണ്ടർ അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ടേംസ് ഒക്കെ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് ഈ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ നമുക്ക് എഴുതാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് രണ്ട് ഒബ്സർവേഷൻസ് പറയാൻ നോക്കിയോ. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു എന്താ, ആർ ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ആ ഒരു പർപ്പിൾ കളറുള്ള ഈ സിലിണ്ടറാണ് ആർ ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞത്. കാരണം എന്താ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയറുടെ ആ തീറ്റയും വിശദം മാറിക്കൊണ്ടിരിക്കും. പക്ഷേ യു ആർ ഗെറ്റിംഗ് എ സിലിണ്ടർ. കാര്യം അത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറഞ്ഞ സാധനമാണ്. അതൊരു സർക്കിളാണ്. സ്റ്റാക്കപ്പ് ഐസഡ് വിൽ ഗെറ്റ് കുറേ സർക്കിൾസ് ഇങ്ങനെ അടുക്കി പെറുക്കി വെച്ചിരിക്കുന്ന പോലെ തന്നെ കിട്ടും. ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ് നോട്ട് എന്ന് പറഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് എ പ്ലെയിൻ. അതുപോലെ തീറ്റ ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ് ആക്സിസുമായിട്ട് പോസിറ്റീവ് ആംഗിളായിട്ട് മേക്ക് ചെയ്യുന്ന ഒരു പ്ലെയിൻ ആയിട്ട് തന്നെ, ആ പ്ലെയിനിലുള്ള എല്ലാ സാധനവും ഒരു പ്ലെയിൻ ആയിട്ട് തന്നെ ആ ഒരു ആംഗിളിലുള്ള ഏതൊരു പോയിന്റ്സിനും തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ നോട്ട് എന്ന് പറഞ്ഞത് ആയിരിക്കും. സോ ബേസിക്കലി തീറ്റ ഈസ് ഈക്വൽ ടു തീ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിനോട് ഇത്ര തീറ്റ നോട്ട് ആംഗിളിൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ ആയിരിക്കും. ആ പ്ലെയിനിലുള്ള എല്ലാ പോയിന്റ്സിനും എക്സ് ആക്സിസുമായിട്ടുള്ള ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോസിറ്റീവ് എക്സ് ആക്സിസ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് തീറ്റ നോട്ട്. വരെ എക്സ് ആക്സിൽ ആംഗിൾ ഉദ്ദേശിക്കുന്ന ആ പോയിന്റിനെ നേരെ നമ്മൾ എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യും. എന്നിട്ട് എക്സ് ആക്സിസുമായിട്ടുള്ള ആംഗിൾ, പോസിറ്റീവ് ആംഗിൾ നമ്മൾ ചെക്ക് ചെയ്യും. അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ദിസ് ഈസ് സം ഒബ്സർവേഷൻസ് റിഗാർഡിംഗ് യുവർ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ്. ഓക്കെ, അപ്പോൾ സിലിണ്ടർ കോർഡിനേറ്റ്സ് ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആർ തീറ്റ ഇസഡ് ആവും. അതുപോലെ തന്നെ നിങ്ങളുടെ ഡി എക്സ് ഡി വൈ ഡി ഇസഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, പോളാർ പോലെ തന്നെ ഇത് ട്രിപ്പിൾ ഇൻ്റഗ്രൽ ആർ എഴുതണം. പിന്നെ ഡി ആർ ഡി തീറ്റ, അത് ഏത് ഓർഡർ വേണമെങ്കിലും നമുക്ക് എഴുതാം. ഇങ്ങനെ വേണം എഴുതാം. മറ്റേ പോളാറിൽ എഴുതിയ പോലെ തന്നെ പോളാറിനകത്ത് ഡി എക്സ് ഡി വൈ എന്നുള്ളത് എന്തായി, ജസ്റ്റ് ആർ ഡി ആർ ഡി തീറ്റ കറക്ഷൻ ഫാക്ടർ എന്ന ആർ സാധനം, അത് ജക്കോബി എന്ന് പറയും. നമ്മൾ അടുത്ത സെക്ഷനിനെ കുറിച്ച് കൂടുതലായിട്ട് നോക്കും. ഓക്കെ, സോ നമുക്കിനി രണ്ടൊന്ന് പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. ഫൈൻഡ് ദ ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ ഇൻ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ഫോർ ഇൻ്റഗ്രേറ്റിംഗ് എ ഫംഗ്ഷൻ. ഇവിടെ ഫംഗ്ഷൻ തന്നിട്ടില്ല, ജസ്റ്റ് എഫ് എന്ന് വിളിക്കുന്നുള്ളൂ. നമുക്ക് നോക്കാം. ഓവർ ദ റീജിയൻ ഡി ബൗണ്ടഡ് ബിലോ ബൈ ദ പ്ലെയിൻ ഇസഡ് ഈസ് ഈക്വൽ ടു 0, laterally by the circular cylinder x square plus y square minus 1 the whole square is equal to 1, and above by the parabola z is equal to x square plus y square. ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, സോ നോക്കിയാൽ നമുക്കൊരു ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ തന്നിട്ടില്ല. നമുക്ക് അത് ലിമിറ്റ്സ് ഉദ്ദേശിക്കുന്ന ലിമിറ്റ്സ് എഴുതാന്നുള്ളതാണ്. സോ ബേസിക്കലി ഞാൻ ഇവിടെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ റീജിയൻ നമുക്ക് നോക്കാം. റീജിയൻ്റെ താഴെ കിടക്കുന്ന ഏതാണ്, ഇസഡ് ഈസ് ഈക്വൽ ടു 0. ഇസഡ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് നമ്മുടെ ഏതാ, സാധാരണ എക്സ് വൈ പ്ലെയിനെയാണ് ഇസഡ് ഈസ് ഈക്വൽ ടു 0 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി ലാറ്ററലി ബൈ ലാറ്ററൽ എന്ന് പറഞ്ഞാൽ അത് ചുറ്റും അത് ബൗണ്ട് ചെയ്തിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ഒരു സിലിണ്ടറാണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് 1 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇത് കണ്ട സിലിണ്ടർ ആണെന്ന് തോന്നിച്ചു കഴിഞ്ഞാൽ ഇത് സർക്കിളാണ്. സർക്കിൾ നമ്മൾ എക്സഡ് വേരി ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് എ സിലിണ്ടർ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇനി ഇത് ഏത് സർക്കിളായത്, ഈ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയാമോ, സെൻറ്റർ 0യും 1ഉം ആണ്. റേഡിയസ് എത്രയാണ്, 1 വരും അല്ലേ. അപ്പോൾ അത് ബേസിക്കലി അത് എങ്ങനെ വരയ്ക്കാൻ പോണേ, വരയ്ക്കണമെങ്കിൽ സർക്കിളിൻ്റെ സെൻറ്റർ 0യും 1ഉം. സോ ബേസിക്കലി വൈ ആക്സിസിൽ എടുത്തിട്ട് റഫായിട്ട് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് ആ സാധനം. അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. ഇനി ഇത് നിങ്ങൾ ഇസഡ് ആക്സസുമായിട്ട് വേരി ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് എ സിലിണ്ടർ. അപ്പം വിഷ്വലൈസ് ഇതേപോലെ സർക്കിൾ നമ്മൾ മേലോട്ട് വെച്ച് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് എ ഇൻഫിനിറ്റ് സിലിണ്ടർ. ഓക്കെ, സോ ഇതാണ് ഒരു സാധനം. ഇനി ഈ സിലിണ്ടറിനെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ബൗണ്ടഡ് ലാറ്ററലി ബൈ ദ സർക്കുലർ സിലിണ്ടർ, പിന്നെ എബവ് ബൈ ഈ സിലിണ്ടർ പൊക്കത്തൊരു പരാബോളോയിഡ് വരുന്നുണ്ട്. ആ പരാബോളോയിഡ് എന്ന് പറഞ്ഞാൽ ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഈ പരാബോളോയിഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ പരാബോളയുടെ 3 ഡയമെൻഷനെയാണ് പരാബോളോയിഡ് എന്ന് പറഞ്ഞത്. ഓക്കെ, സോ പരാബോള എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. 3 ഡയമെൻഷൻ വരുമ്പം അതിൻ്റെ 3 ഡയമെൻഷൻ, അതായത് ലൈനിൽ നിന്ന് പ്ലെയിൻ കിട്ടില്ലേ, അതേ ഒരു ഐഡിയ ആണ്. 3 ഡയമെൻഷൻ വരുമ്പം അതേപോലെ തന്നെ വരുന്ന ഒരു സാധനത്തിനാണ് പരാബോളോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇതിൻ്റെ ഈ പരാബോളയുടെ 3 ഡയമെൻഷനിലാണ് പരാബോളോയിഡ് എന്ന് പറഞ്ഞത്. അത്രേ ഉള്ളൂ. ഓക്കെ, സോ ബേസിക്കലി എന്താ സംഭവിക്കുക വെച്ചാൽ നിങ്ങൾക്കൊരു സിലിണ്ടർ ഉണ്ടായിരിക്കും, ഇങ്ങനെ സിലിണ്ടർ ഉണ്ട്. ആ സിലിണ്ടറിനെ നമ്മളൊരു പരാബോളോയിഡ് കൊണ്ട് കട്ട് ചെയ്യാണ്. ഓക്കെ, സോ ഏതാണ്ട് റഫായിട്ട് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റല്ല, ഇങ്ങനത്തെ ഒരു ഷേപ്പ് പോലെ വരും. ഓക്കെ, അതായത് നമ്മുടെ ഒരു മെഴുകുതിരിയൊക്കെ കത്തിക്കുമ്പം ഒടുക്കി പോകുമ്പം ഒരു സ്ലാൻഡിങ് പോലെ വരില്ലേ, ആ ഒരു ടൈപ്പ് ഷേപ്പാണ് ഉദ്ദേശിക്കുന്നത്. ദിസ് ഈസ് സോ ഒരു സിലിണ്ടർ പൊക്കത്തൊരു പരാബോളോയിഡ് പോലത്തെ ഒരു സാധനം കൊണ്ട് കട്ട് ചെയ്തിരിക്കും. ഓക്കെ, സോ എക്സാക്ട് ഫിഗർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് ദ എക്സാക്ട് ഫിഗർ. സിലിണ്ടർ ഉണ്ടായിരുന്നു, സിലിണ്ടർ നമ്മളൊരു പരാബോളോയിഡ് കൊണ്ട് കട്ട് ചെയ്തു.
ഓക്കെ, ഇനി ഇവിടെ നമുക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിന് നമ്മൾ ട്രിപ്പിൾ ഇൻറ്റഗ്രൽസ് ഡി എക്സ്, അപ്പോൾ നമുക്ക് എഫിൻ്റെ ആണ് കാണുന്നതെങ്കിൽ ഡി എക്സ് ഡി വൈ ഡി എസിയുടെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ സിലിണ്ടറിലേക്ക് ആക്കുമ്പം എഫ് ഉണ്ടാവും. പിന്നെ ഈ ഡി എക്സ് ഡിവൈ ഡി എസ് എന്നുള്ളത് ആറ് ഡി സെഡ് ഡി ആർ ഡി ടി ഏത് ഓർഡർ വേണമെങ്കിൽ എടുക്കാം, ഓർഡർ അനുസരിച്ച് മാറും. ഇവിടെ ഇസഡ് ഓൾറെഡി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ എഴുതിയത്. നമുക്ക് ഇഷ്ടമുള്ള ഓർഡർ എടുക്കാം, അതനുസരിച്ച് മാറ്റി കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇനി ഇത് നമുക്ക് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇപ്പോൾ എഫ് എന്തെങ്കിലും ആയിക്കോട്ടെ, എഫ് ചിലപ്പോൾ 1 ആയിരിക്കാം. 1 ആണെങ്കിൽ നമുക്ക് ആ റീജിയൻ്റെ വോളിയം കിട്ടും, അത്രേ ഉള്ളൂ. ഓക്കെ, വോളിയം എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ ഡി വി ആണ്. സോ 1 ആണെങ്കിൽ വിൽ വോളിയം. സോ എഫ് 1 ആണെന്ന് വിചാരിക്കുക ആൾക്കാർ, അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ വരും. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് ലിമിറ്റ്സ് കൊടുത്ത് നോക്കാം. ഇസഡ് എങ്ങനെ വേരി ചെയ്യുന്നത്? ഇസഡ് വേരി ചെയ്യുന്നത് എങ്ങനെയാണ്? താഴെ നിന്ന് മേളിലോട്ട് അല്ലേ? താഴെ ഇസഡിൻ്റെ വാല്യൂ എത്രയാണ്? 0. മേളിൽ എവിടം വരെ പോകുന്നുണ്ട് ഇസഡ്? ഇവിടം വരെ പോകുന്നുണ്ടോ? ഇവിടം വരെ എല്ലായിടത്തും പോകുന്നില്ല, ഈ ഒരു സർഫസ് വരെ പോകുന്നില്ല. ഈ സർഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പരാബോളോയിഡ് ഇക്വേഷൻ എന്താണ്? ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ യുവർ ആർ സ്ക്വയർ ആവും. സോ ബേസിക്കലി ഇറ്റ് ഈസ് ഗോയിങ് ഫ്രം 0 ടു ആർ സ്ക്വയർ. ക്ലിയർ ആയില്ലേ? ഇനി ആർ എങ്ങനെ വേരി ചെയ്യണം? ആർ വേരി ചെയ്യാം. സോ ബേസിക്കലി ഇനി ഡി ആർ ഡി തീറ്റ കിട്ടണമെങ്കിൽ ഈ മൊത്തം സാധനത്തിന് ഞാൻ എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യണം. എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യുമ്പോൾ എന്താ വരാൻ പോണേ? ആലോചിച്ച് നോക്കി ഫിഗർ നോക്കുമ്പോൾ ഫുൾ സാധനത്തിന് എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യുമ്പോൾ എന്താ വരിക? യു വിൽ ബി ഗെറ്റിങ് എ സർക്കിൾ അല്ലേ? ഏത് സർക്കിളാണ് വരിക? നേരത്തെ പറഞ്ഞ സാധനം അല്ലെ, ഈ സർക്കിളാണ് വരിക. അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് 1 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. ഇതാണ് ആ സർക്കിൾ. ഓക്കെ, ഇനി ആ സർക്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആറിൻ്റെ വേരിയേഷൻ കൊടുക്കുമ്പോൾ 6 0 തൊട്ട് എവിടം വരെ പോകുന്നുണ്ട്? 2. ഇത് ആക്ച്വലി 2 ആണ്. 0 to 2 എന്ന് പറയാൻ പറ്റില്ല, കാരണം 0 to 2 എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു സർക്കിൾ കിട്ടും. അതല്ല, പക്ഷേ എവിടം വരെ പോകുന്നത്? 0 മുതൽ എവിടം വരെ പോകുന്നത്? ഈ ഒരു സർക്കിൾ വരെ പോകുന്നു. ഇവിടെ ഈ ഡയറക്ഷൻ നോക്കിയേ, 0 മുതൽ ഈ സർക്കിൾ വരെ, ഈ ഡയറക്ഷൻ നോക്കിയേ, 0 മുതൽ. സോ എവിടെ നോക്കിയാലും 0-യിൽ തുടങ്ങി സർക്കിൾ 0 മറ്റേ സർക്കിൾ വരെ പോകുന്നുള്ളൂ. അപ്പോൾ സർക്കിളിൻ്റെ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് 1 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ആണ്. അത് പോളാറിൽ എഴുതി നോക്കുമ്പോൾ എങ്ങനെ വരും? എക്സ് എന്ന് പറഞ്ഞാൽ ആർ കോസ് തീറ്റയാണ്. സോ ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ആർ സൈൻ തീറ്റ മൈനസ് 1 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സർക്കിളിൻ്റെ ഇക്വേഷൻ കിട്ടും കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം എൻ്റെ കൂടെ തന്നെ, അല്ലെങ്കിൽ മനസ്സിലാവില്ലേ. പ്ലസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 2r സൈൻ തീറ്റ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 1 വരും. ഇതെന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ ആവും. സോ ഇത് ആർ സ്ക്വയർ മൈനസ് 2r സൈൻ തീറ്റ വരും. ഇവിടെ 1ഉം 1ഉം ക്യാൻസൽ ചെയ്തും 0 വരും. അതായത് ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2r സൈൻ തീറ്റ ഓർ ആർ ഈസ് ഈക്വൽ ടു 2 സൈൻ തീറ്റ. നമ്മൾ ഓൾറെഡി പോളാർ കർവ്സ് പഠിച്ചപ്പോൾ അതിൻ്റെ ഷേപ്പിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഷേപ്പ് തന്നെ സാധനമാണ്. സോ ഇത് ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ പറഞ്ഞാൽ എന്താണ്? ആർ സൈൻ തീറ്റയാണ്. സോ ദിസ് വിൽ ബിക്കം എവിടെയാണ്? 0 to 2 സൈൻ തീറ്റ. ഓക്കെ, ഇനി തീറ്റയുടെ വേരിയേഷൻ ഫിഗർ നോക്കി പറഞ്ഞാൽ എന്താ വേരിയേഷൻ? 0 to 2π വരുമോ? ഇല്ല അല്ലേ. അവിടെ മേളത്തെ ഫസ്റ്റ് 2 ക്വാഡ്രൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക? 0 to എവിടം വരെയാണ്? π. സോ ദിസ് ഈസ് അവർ. സോ ബേസിക്കലി ഈ സാധനം വന്നിട്ട് എങ്ങനെയാണ്? ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ആർ ഉണ്ട്, എഫ് ഉണ്ടാണെങ്കിൽ എഫ് വരും, പിന്നെ ഡി ഇസഡ് ഡി ആർ ഡി ടി തുടങ്ങി. ഇത് ആറിൻ്റെ വേരിയേഷൻ 0, ഇസഡിൻ്റെ വേരിയേഷൻ 0 to ആർ സ്ക്വയർ, ആറിൻ്റെ വേരിയേഷൻ 0 to 2 സൈൻ തീറ്റ, തീറ്റയുടെ വേരിയേഷൻ 0 to π. സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ റീജിയൻ്റെ വോളിയം തന്നെ കിട്ടും. അതല്ല നമുക്ക് എഫ് തരുവാണെങ്കിൽ എഫ് എന്താണോ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് വാല്യൂസ് ആയിരിക്കും കിട്ടാൻ പോകും. സോ ദിസ് ഈസ് ഹൗ യു റൈറ്റ് ചേഞ്ച് ദ കോർഡിനേറ്റ്സ്. ഓക്കെ, ഇനി സാധാരണ പോലെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. വേണമെങ്കിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നോക്കിയാൽ എന്ത് വരും? 0 to π ആദ്യം വിത്ത് റെസ്പെക്ട് ടു മറ്റേ 0 to 2 സൈൻ തീറ്റ. അപ്പം 6 കോൺസ്റ്റൻ്റ് ആണ് ആദ്യം വിത്ത് റെസ്പെക്ട് ഇസഡാണ് ചെയ്യുന്നത്. സോ എന്ത് വരും? 6 ഇൻറ്റു ഇസഡ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇസഡ് വരും 0 to ആർ സ്ക്വയർ ഡി ആർ ഡി തീറ്റ വരും. അതായത് 0 to π 0 to 2 സൈൻ തീറ്റ ആർ ക്യൂബ് ഡി ആർ ഡി തീറ്റ വരും. അടുത്ത് വരുമ്പോഴോ 0 to π ആർ റേസ് ടു 4 വരും. സോ യു ജസ്റ്റ് കംപ്ലീറ്റ് ദിസ്. സോ ആ സിമ്പിൾ ആയിട്ടുള്ള ഇവാലുവേഷൻ മാത്രമേ ഉള്ളൂ, അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ യു ഡു ദിസ്. അപ്പോൾ അടുത്ത പ്രോബ്ലം സ്പെറിക്കൽ കോർഡിനേറ്റ്സ്. സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെറിക്കൽ കോർഡിനേറ്റ്സ് ആണ്. സ്പെറിക്കൽ കോർഡിനേറ്റ്സ് മെയിനായിട്ട് സ്പിയറിൻ്റെ പ്രോബ്ലംസ് വരും, അല്ലെങ്കിൽ മൊത്തത്തിൽ ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഈ ടൈപ്പ് സാധനങ്ങൾ വരുമ്പോഴാണ് സ്പെറിക്കൽ കോർഡിനേറ്റ്സ് യൂസ് ചെയ്യുന്നത്. സോ സ്പെറിക്കൽ കോർഡിനേറ്റ്സ് പല രീതിയിൽ എഴുതാറുണ്ട്. അപ്പോൾ പല ടെക്സ്റ്റ് പല രീതിയിലായിരിക്കും നോക്കാം. സോ ഇതിനകത്ത് 3 സാധനങ്ങളാണ് ഉള്ളത്. എക്സ് വൈക്ക് ഇസഡിന് പകരം നമ്മൾ കൊടുക്കാൻ പോകുന്ന സാധനം റോ ഫൈ തീറ്റ. ഓക്കെ, സോ നൊട്ടേഷൻ ചില ടെക്സ്റ്റിൽ വേറെ രീതിയിലായിരിക്കും. ഞാൻ നമ്മുടെ ടെക്സ്റ്റ് നൊട്ടേഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. സോ റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ, ഇപ്പോൾ ഇതാണ് എൻ്റെ പോയിന്റ്. അപ്പോൾ അത് ഓൾറെഡി എക്സ് വൈ ഇസഡ് ആണെന്ന് വിചാരിക്കുക. ഇത് ഒറിജിനൽ ഡിസ്റ്റൻസ് ആണ് റോ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ സാധനം അതായത് സ്പിയർ ആണെങ്കിൽ സ്പിയറിൻ്റെ റേഡിയസ് വരും റോ. ഓക്കെ, ഈ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ മറ്റേ പോസിറ്റീവ് ഇസഡ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് ഫൈ എന്ന് വിളിക്കുന്നത്. സോ ഓക്കെ, പോസിറ്റീവ് ഇസഡ് ആക്സിസ് ഇപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ ഒറിജിനലുള്ള ലൈൻ വരയ്ക്കുക, എന്നിട്ട് അത് പോസിറ്റീവ് ഇസഡ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് ഫൈ എന്ന് വിളിക്കുന്നത്. തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലുള്ള അതേ തീറ്റയാണ് നേരെ എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക, എന്നിട്ട് ഒറിജിനിൽ നിന്ന് ആ പ്രൊജക്ഷനിലേക്കുള്ള പോയിന്റ് വരയ്ക്കുക, അത് ആർ എന്ന് വിളിക്കുക, എന്നിട്ട് ആ ആംഗിൾ, ആ ആർ എന്ന് പറഞ്ഞാൽ ലൈൻ എക്സ് ആക്സസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ്, പോസിറ്റീവ് എക്സ് ആക്സസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് തീറ്റ എന്ന് വിളിക്കുന്നത്. സോ റോ, ഫൈ, തീറ്റ, ഈ 3 കോർഡിനേറ്റ്സ് ആണ് സ്പെറിക്കൽ കോർഡിനേറ്റ്സ് ഉള്ളത്. ഓക്കെ, ഇനി ഇതിന്റെ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ റോ എന്ന് ഇപ്പോൾ നമുക്ക് ഒരു സ്പിയർ എടുക്കുവാണെങ്കിൽ റോ എന്ന് പറഞ്ഞാൽ 0 മുതൽ ആ റോ വരെ ഫുൾ സ്പിയറിന്റെ ഫുൾ റേഡിയസ് വരെ വരും. ഇനി ഫൈയും തീറ്റയും പറയാൻ വേണ്ടിയിട്ട് 2-3 കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഈ ചെറിയ ക്ലാസ്സുകളിൽ ജോഗ്രഫി പഠിക്കാൻ നേരത്ത്, ഗ്ലോബ് പഠിക്കാൻ നേരത്ത് ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ് പഠിച്ച എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. സോ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം എത്ര ലാറ്റിറ്റ്യൂഡ്സ് ഉണ്ടാവും. ഇക്വേറ്റർ 0 മുതൽ 90 ഡിഗ്രി നോർത്ത്, 90 ഡിഗ്രി സൗത്ത് വരെ ഉണ്ടാവും. അത് ലോഞ്ചിറ്റ്യൂഡ്സ് പറയാം 180 ഡിഗ്രി, 0 മുതൽ 180 ഡിഗ്രി ഈസ്റ്റ്, പിന്നെ 180 ഡിഗ്രി വെസ്റ്റ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. സോ ടോട്ടലി ലോഞ്ചിറ്റ്യൂഡ്സ് 360 ഡിഗ്രി ഉണ്ടാവും, മൊത്തം 360 ഡിഗ്രിയോളം ഉണ്ടാവും. ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി, അതായത് 90 ഡിഗ്രി നോർത്തും ഉണ്ടാവും, 90 ഡിഗ്രി സൗത്തും ഉണ്ടാവും. സോ അതായത് നമുക്കൊരു ഗ്ലോബിലുള്ള ഒരു ലൊക്കേഷൻ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ആക്ച്വലി ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും മതി. സോ ഇവിടെ ലാറ്റിറ്റ്യൂഡ്, ഈ ലോഞ്ചിറ്റ്യൂഡ് വെച്ചിട്ടാണ് ഇത് ഏത് ഭാഗത്താണ് വരുന്നത് മനസ്സിലാക്കുന്നത്. ഇത് മേളിലാണോ താഴെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, ലാറ്റിറ്റ്യൂഡ്. ഇപ്പോൾ 30 ഡിഗ്രി നോർത്ത് എന്ന് പറഞ്ഞാൽ മേളിലാണ്, 30 ഡിഗ്രി സൗത്ത് എന്ന് പറഞ്ഞാൽ താഴെയാണ്. സോ ഒരു പോയിന്റിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നമുക്ക് 360 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് വേണം, അതുപോലെ 180 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് വേണം. വേണമെങ്കിൽ തിരിച്ചു കൊടുക്കണം. അപ്പോൾ അതാണ് നമ്മൾ പഠിച്ച ഡിസ്ക്രിപ്ഷൻ. അതല്ല തിരിച്ച് വേണമെങ്കിൽ എടുക്കാം. 360 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ഒരു കൺവെൻഷൻ എടുത്തിട്ട് 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ദ സെയിം തിങ്. അതായത് നമുക്ക് ഈ ഒരു സ്പേസിൽ ഒരു പോയിന്റ് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ ഐഡിയ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഇതാ, സ്പേസിൽ ഒരു പോയിന്റ് ഡിസ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 ഡിഗ്രി വേരിയേഷൻ എടുക്കുകയാണെങ്കിൽ ഈ ഫൈയുടെ വേരിയേഷൻ 360 ഡിഗ്രി എടുക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് 180 ഡിഗ്രി മാത്രം മതി. ഓക്കെ, സോ അത് എന്തിനാണെന്ന് വെച്ചാൽ ഫൈ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ പോയിന്റ് നിങ്ങളുടെ സ്പിയറിന്റെ മേൽഭാഗത്താണോ താഴത്തെ ഭാഗത്താണോ കിടക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് ഫൈ യൂസ് ചെയ്യുന്നത്. 360 ഡിഗ്രി ഓൾറെഡി തീറ്റയിൽ ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് ലൊക്കേഷൻ കിട്ടും. ഓക്കെ, സോ തീറ്റയുടെ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 0 to 2π ആയിരിക്കും. എപ്പോഴും റിമെമ്പർ ചെയ്യുക. ഫൈയുടെ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ 0 to π ആയിരിക്കും. സോ അത്രയും വെച്ച് തന്നെ നമുക്കൊരു പോയിന്റിന്റെ എക്സാക്ട് ലൊക്കേഷൻ നമുക്ക് പറയാൻ സാധിക്കും. അത് യൂസിങ് ദ നമ്മുടെ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡുള്ള സെയിം കൺസെപ്റ്റ് തന്നെയാണ്. നമുക്ക് 360 ഡിഗ്രി ടോട്ടൽ ലോഞ്ചിറ്റ്യൂഡ്സ് ഉണ്ട്, 180 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സ് ഉണ്ട്. സോ ഇവിടെ മൊത്തം 2π ഡിഗ്രീസ് ആണ്. ഈ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ്സ് പറഞ്ഞാൽ ആക്ച്വലി ആംഗിൾ ആണ്, നമ്മൾ ഇക്വേറ്റർ ഒക്കെ മേക്ക് ചെയ്യുന്ന ആംഗിൾസ് ആണ്. സോ സെയിം കൺസെപ്റ്റ് തന്നെയാണ്. സോ സ്പിയറും വരുമ്പോൾ അത് തന്നെയാണ്. സോ ഇവിടെ വരുമ്പോൾ പൈ മാത്രം മതി. ഇനി ഞാനിത് ഒരു കൺവെൻഷൻ എന്ന് പറയാൻ കാരണം ചില ബുക്സിൽ നേരെ തിരിച്ചായിരിക്കും എടുക്കുന്നത്. ചില ബുക്സിൽ ഒരു ഫൈ എന്ന് പറഞ്ഞാൽ 0 to 2π വരെ എടുക്കും, തീറ്റ എന്ന് പറഞ്ഞാൽ അപ്പോൾ 0 to π ആയിട്ട് എടുക്കുന്നുണ്ടാവും. സോ ബേസിക്കലി ഏതെങ്കിലും ഒന്നും മതി, രണ്ടും 0 to 2πയുടെ ആവശ്യമില്ല. സോ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പോയിന്റിന്റെ പൊസിഷൻ കറക്റ്റ് ആയിട്ട് നമുക്ക് എത്രയാണെന്നുള്ളത് പറയാം. പിന്നെ ഈ റോ യൂസ് ചെയ്തിരിക്കുന്ന വെച്ചാൽ ഒറിജിനൽ ഡിസ്റ്റൻസ് ആണ്. നിങ്ങൾ ലാറ്റിറ്റ്യൂഡും ലോറ്റിറ്റ്യൂഡും പഠിക്കുമ്പോൾ ഈ റോ എന്ന് പറയുന്ന കൺസെപ്റ്റ് പഠിക്കില്ല. കാര്യം വെച്ചാൽ ഓൾറെഡി നിങ്ങൾ എപ്പോഴും എർത്തിൻ്റെ സർഫസ് ആയതുകൊണ്ട് റേഡിയസ് കോൺസ്റ്റന്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് അത് പഠിക്കാത്തത്. പക്ഷെ നമ്മൾ കോർഡിനേറ്റ്സ് പറയുമ്പോൾ ഈ പോയിന്റ് ഇവിടെ ആയിരിക്കാം, താഴോട്ടായിരിക്കാം ഒക്കെ വരാം. ഓക്കെ, അതുകൊണ്ടാണ് റോ എന്ന് പറഞ്ഞ സാധനം കൂടെ ഉള്ളത്. ഓക്കെ, സോ ദീസ് ആർ സ്പെറിക്കൽ കോർഡിനേറ്റ്സ് പറഞ്ഞാൽ ഏതൊക്കെയാണ്? എക്സ് വൈ ഇസഡിന് പകരം 3 സാധനങ്ങളാണ്. ഏതൊക്കെയാണ്? റോ, ഫൈ, തീറ്റ. റോ എന്ന് പറഞ്ഞാൽ 0 മുതൽ റേഡിയസ് വരെ പോവും. ഫൈ എന്ന് പറഞ്ഞാൽ 0 to π വരെയാണ് ഞാനിപ്പോൾ എടുത്ത കൺവെൻഷൻ. തീറ്റ എന്ന് പറഞ്ഞാൽ 0 to 2π വരെ. ചില ബുക്സിൽ നേരെ തിരിച്ചാണ്, ഇത് 0 to 2π എടുക്കും, ഇത് 0 to π എടുക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ കൺവേർഷൻസ് എങ്ങനെയാണെന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ട് അതും എളുപ്പമാണ്. അത് ജസ്റ്റ് എൻ്റെ ജോമെട്രി വെച്ചിട്ട് തന്നെ പഠിക്കുന്നത്. സോ അതായത് എനിക്ക് ഇസഡ് കോർഡിനേറ്റ് പറയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അപ്പം ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തീറ്റ ഫൈ ആണ്. സോ ഈ ഒരു ഡിസ്റ്റൻസിന് ഇസഡ് എന്ന് പറയുമ്പോൾ ഇസഡ് പറയണമെങ്കിൽ എന്ത് വരും? ഇറ്റ് ഈസ് റോ കോസ് ഫൈ. ഓക്കെ, സോ ഈ ഒരു ഡിസ്റ്റൻസ് എക്സ് വൈ ഇസഡിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ദിസ് ഡിസ്റ്റൻസ് ഈസ് റോ കോസ് ഫൈ. ഇനി അതുപോലെ തന്നെ എനിക്ക് എക്സിൻ്റെയും വൈയുടെയും പറയണമെങ്കിൽ ആദ്യം ഇത് നേരെ താഴോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യും. താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഈ ലൈൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി 3 ഡയമെൻഷൻ വരുമ്പോൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഈ ആർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി റോ സൈൻ ഫൈ ആയിരിക്കും. അപ്പോൾ എക്സ് പറയാൻ വേണ്ടിയിട്ട് ഈ ആറിൻ്റെ ഇവിടെ തീറ്റ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എക്സ് ഇസ് ഈക്വൽ ടു റോ സൈൻ ഫൈ കോസ് തീറ്റ. വൈ എന്ന് പറഞ്ഞാൽ റോ സൈൻ ഫൈ സൈൻ തീറ്റ.
ഓക്കെ. സോ വെറും സിമ്പിൾ ജോമെട്രി ആണ് ഇത്. നമ്മൾ കാണാതെ പഠിക്കേണ്ട ഡെറിവേഷൻ പഠിക്കാൻ സിമ്പിളാണ്. നോക്കി ഇപ്പം ഇസഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു പോയിന്റ് പി എക്സ് വൈ ഇസഡ് ജസ്റ്റ് ഞാനതൊന്ന് ഇറേസ് ചെയ്തോട്ടെ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി മനസ്സിലാവും. ഓക്കെ. സോ ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ ചെയ്യാണ്. ഓക്കെ. ഇനി നോക്കിയേ, ഇപ്പോൾ നമുക്ക് ഒരു പോയിന്റ് റോ ഫൈവ് തീറ്റ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് എക്സ് വൈ ഇസഡ് അറിയണമെന്ന് വിചാരിക്കുക. ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറിജിനിൽ നിന്ന് ഇസഡിലേക്ക് ഡിസ്റ്റൻസ്. ബേസിക്കലി ഇതാണ് ഇസഡ് എന്ന് പറയുന്ന സാധനം അല്ലേ. അപ്പോൾ ഇതാണ് ഫൈവ് എന്ന് പറഞ്ഞ ആംഗിൾ. സോ എന്തായിരിക്കും ഈ ഡിസ്റ്റൻസ്? ഇത് കോസ് ഫൈവ് എടുത്തു കഴിഞ്ഞാൽ ഇത് ബൈ അഡ്ജസൻ സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ ഇസഡ് എന്തായിരിക്കും? ഇസഡ് എന്ന് പറഞ്ഞാൽ കോസ് ഫൈവ് എടുത്തു കഴിഞ്ഞാൽ ഇസഡ് ബൈ റോ ആയിരിക്കും. സോ ഇസഡ് ഈസ് നത്തിങ് ബട്ട് റോ കോസ് ഫൈവ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എക്സും വൈയും അറിയണമെങ്കിൽ ആദ്യം നേരെ ഈ ചെയ്യുന്ന വെച്ചാൽ നേരെ എക്സ് വൈ താഴെ എക്സ് വൈ പ്ലെയിനിൽ പ്രൊജക്ട് ചെയ്യുക. എന്നിട്ട് ഇത് ഈ ഡിസ്റ്റൻസ് ആണ് എക്സ്, ഈ ഡിസ്റ്റൻസ് ആണ് കറസ്പോണ്ടിംഗ്ലി വൈ എന്ന് പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ കണ്ടുപിടിക്കാൻ സാധിക്കും. സോ അതിനുവേണ്ടി ഈ ആർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഈ ആർ എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി ആർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ത്രീ ഡയമെൻഷൻ നോക്കുമ്പോൾ ഇത് പറഞ്ഞാൽ ഇതേ സാധനം തന്നെയാണ്. അതായത് ഇതിൻ്റെ നേരെ പ്രൊജക്ഷൻ നോക്കുമ്പോൾ നേരെ താഴെയുള്ള ലൈൻ പറഞ്ഞാൽ ഈ ഇതേ ലെങ്ത് തന്നെ വരിക. ഈ ലെങ്ത് എത്ര വരും? ഫൈവ് ഇവിടെ ഉണ്ടെങ്കിൽ ഇതെന്താണ്? സൈൻ ഫൈവ്, ഓപ്പോസിറ്റ് സൈഡാണ്. സോ സൈൻ ഫൈവ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ ദിസ് ഇസ് റോ സൈൻ ഫൈവ്. സോ ദിസ് ഓൾസോ വിൽ ബി റോ സൈൻ ഫൈവ്. അപ്പോൾ ഇനി എക്സ് എന്ന് പറഞ്ഞാൽ കോസ് തീറ്റയുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് എന്തായിരിക്കും വരാൻ പോകുന്നത്? റോ സൈൻ ഫൈവ്. ആർ കോസ് തീറ്റയാണ് എക്സ്. നമ്മൾ പോളാറിക് പഠിച്ച ആർ കോസ് തീറ്റയാണ്. സോ ഇറ്റ് ഈസ് റോ സൈൻ ഫൈവ് കോസ് തീറ്റ. വൈ എന്ന് പറഞ്ഞാൽ ആർ സൈൻ തീറ്റയാണ്. സോ യൂസിങ് ദ സെയിം ലോജിക് ഇറ്റ് ഈസ് റോ സൈൻ ഫൈവ് സൈൻ തീറ്റ. സോ ദാറ്റ് ഈസ് ദ കൺവേർഷൻസ്. ഓക്കെ. സോ പോളാർ കോർഡിനേറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഫിഗറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ കൺവേർഷൻ പറയാൻ വേണ്ടിയിട്ട് ഏതൊക്കെയാണ്? ഇസഡ് എന്ന് പറഞ്ഞാൽ റോ കോസ് ഫൈവ്, എക്സ് എന്ന് പറഞ്ഞാൽ ആർ കോസ് തീറ്റയാണ്. സോ റോ സൈൻ ഫൈവ് കോസ് തീറ്റ, റോ സൈൻ ഫൈവ് സൈൻ തീറ്റയാണ് നിങ്ങളുടെ വൈ. അതുപോലെ ഇതെല്ലാം കൂടെ സ്ക്വയർ ചെയ്യുവാണെങ്കിൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ എടുക്കുവാണെങ്കിൽ റോ കിട്ടും. ഓക്കെ. സോ ഇതും വേറെ. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എടുക്കുവാണെങ്കിൽ വിൽ ബി ഗെറ്റിംഗ് റോ സ്ക്വയർ. അതും ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് ഇത് കിട്ടും. ഓക്കെ. സോ നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് എ സ്പെറിക്കൽ കോർഡിനേറ്റ് ഇക്വേഷൻ ഫോർ ദ സ്പിയർ. ഇത് നിങ്ങൾ തന്നെയും ചെയ്ത് നോക്കുക. സിമ്പിളാണ്. എക്സിൻ്റെ വാല്യൂ കൊടുക്കുക. എക്സിൻ്റെ വാല്യൂ എന്താണ്? എക്സിൻ്റെ വാല്യൂ റോ സൈൻ ഫൈവ് കോസ് തീറ്റ അല്ലേ. സോ റോ സൈൻ ഫൈവ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് റോ സൈൻ ഫൈവ് സൈൻ തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് അടുത്താണ് റോ കോസ് ഫൈവ് മൈനസ് വൺ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുക. എന്നിട്ട് എന്ത് വരും നോക്കുക. എക്സ്പാൻഡ് നോക്കിയേ. ഇതൊരു റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈവ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈവ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് റോ സ്ക്വയർ കോസ് സ്ക്വയർ ഫൈവ് പ്ലസ് 1 മൈനസ് 2 റോ കോസ് ഫൈവ് ഈസ് ഈക്വൽ ടു 1. ഓക്കെ. നോക്കി ഇവിടെ റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈവ് പുറത്തേക്ക് എടുക്കുവാണെങ്കിൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ വരും. സോ ഇതെന്താവും? റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈവ് ആവും പ്ലസ് അടുത്ത റോ സ്ക്വയർ കോസ് സ്ക്വയർ ഫൈവ് വരും. ഇപ്പുറത്ത് 1 ഈ 1 ക്യാൻസൽ ചെയ്യുമ്പോൾ മൈനസ് 2 റോ കോസ് ഫൈവ് ഈസ് ഈക്വൽ ടു 0 വരും. അടുത്തത് റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈവ് പ്ലസ് റോ സ്ക്വയർ കോസ് സ്ക്വയർ ഫൈവ് എന്ന് പറഞ്ഞാൽ അഗെയിൻ റോ സ്ക്വയർ വരും. സോ റോ സ്ക്വയർ വരും മൈനസ് 2 റോ കോസ് ഫൈവ് ഈസ് ഈക്വൽ ടു 0 വരും. അല്ലെങ്കിൽ റോ ഈസ് ഈക്വൽ ടു 2 cos 5. So that is the equation for that sphere. So സിമ്പിൾ ആയിട്ട് നമുക്ക് സിമ്പിൾ ഇക്വേഷൻ വെച്ച് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ. സോ അതാണത്. നെക്സ്റ്റ് ഫൈൻഡ് എ സ്പെറിക്കൽ കോർഡിനേറ്റ് ഇക്വേഷൻ ഫോർ ദ കോൺ. ഇത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കി. സിമ്പിളാണ്. കോണിൻ്റെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ ഇറ്റ് ഈസ് റോ കോസ് ഫൈവ് ആണ്. മറ്റത് റൂട്ട് ഓഫ് റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈവ് പിന്നെ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് റോ സ്ക്വയർ കോസ് സൈൻ സ്ക്വയർ ഫൈവ് പിന്നെ സൈൻ സ്ക്വയർ തീറ്റ വരും. സോ ദാറ്റ് ഇസ് റൂട്ട് ഓഫ് റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈവ് വരും. അതായത് റോ സൈൻ ഫൈവ് വരും. അതായത് റോ കോസ് ഫൈവ് ഈസ് ഈക്വൽ ടു റോ സൈൻ ഫൈവ് ആണ്. അതായത് കോസ് ഫൈവ് ഈസ് ഈക്വൽ ടു സൈൻ ഫൈവ് എപ്പോഴാവുന്നത്? ഫൈവ് ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. അതായത് നിങ്ങളുടെ കോസ് ഫൈവ് ഈസ് ഈക്വൽ സൈൻ ഫൈവ് ആവുന്ന എപ്പോഴാണ്? കോസ് സെയിം വരുന്നു 1/√1/5/4 ആവുന്നു. സോ ബേസിക്കലി ഫൈവ് ഈസ് ഈക്വൽ ടു 5/4 എന്ന് പറഞ്ഞാൽ ലിറ്റിൽ റെപ്രസെൻ്റ് എ കോൺ. ഓക്കെ. സോ അതനുസരിച്ച് കോണിൻ്റെ ആംഗിൾ അപ്പോൾ ഫൈവ് ഈസ് ഈക്വൽ ടു സംതിങ് എടുക്കുകയാണെങ്കിൽ യു വിൽ ഓൾവേസ് ബി. സോ ഈ ഒരു കോൺ ദിസ് റെപ്രസെൻറ്റ്സ് എ കോൺ. സോ ഫൈവ് ഈസ് ഈക്വൽ സംതിങ് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് എ കോൺ. അത് ഓൾറെഡി ഫിഗറിങ് ഞാൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ഫൈവ് ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും വരാൻ പോകുന്നൊരു കോണിക്കൽ ഷേപ്പ് ആയിരിക്കും. ഓക്കെ. സോ അതായത് നിങ്ങൾ ജോമെട്രിയിലേക്ക് പോകാമെന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരേ ലാറ്റിറ്റ്യൂഡിലുള്ള എല്ലാ സാധനങ്ങളും വരും. ഒരേ ലാറ്റിറ്റ്യൂഡിലുള്ള എല്ലാം ആ ഒരു കോണിലേക്ക് വരും.
ഓക്കെ. സോ ദാറ്റ് ഇസ് ദ ഐഡിയ. ഓക്കെ. സോ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ. നെക്സ്റ്റ് ഇൻ്റഗ്രൽ കൺവേർഷൻ ഓർത്തോണം. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ പോളാർ കോർഡിനേറ്റ്സ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിനകത്ത് നിങ്ങൾ ജസ്റ്റ് ഡി എക്സ് ഡി വൈ ഡി എസ് എടുത്തപ്പോൾ നമ്മുടെ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസം ഏതായിരുന്നു? ആറായിരുന്നു. ആർ ഡി ആർ ഡി തീറ്റ ഡി സെഡ് ആണ്. അത് സ്പെറിക്കലി വരുമ്പം ആറിന് പകരം റോ സ്ക്വയർ സൈൻ ഫൈ എന്ന സാധനമായിരിക്കും ഉണ്ടാവുക. ഇതും ജക്കോബിയൻ ആണ്. ജക്കോബിയൻ എന്താണെന്നുള്ളത്, എങ്ങനെയാണ് ഈ സാധനങ്ങൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ പഠിക്കും. കാര്യം നമ്മൾ ജനറൽ ആയിട്ടുള്ള കോർഡിനേറ്റ് ചേഞ്ചസ് കൂടെ പഠിക്കും. സോ ഇതൊരു കറക്ഷൻ ഫാക്ടറാണ്. ദാറ്റ് ഇസ് കോൾഡ് ജക്കോബിയൻ. അത് എന്തുകൊണ്ടാണ് അത് വന്നതെന്നുള്ളത് ജനറൽ ആയിട്ട് നമുക്കൊരു എക്സ് വൈസിനെ ഒരു യു വി ഡബ്ല്യു ആക്കി കഴിഞ്ഞാൽ എന്ത് സാധനമാണ് വരാൻ പോകുന്നത് നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ പഠിക്കും. അങ്ങനെ അപ്പുറം ചോദിക്കാം ജക്കോബിയൻ. സോ നോ, സ്പെറിക്കൽ കോർഡിനേറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ റോ സ്ക്വയർ സൈൻ ഫൈ മൾട്ടിപ്ലൈ ചെയ്യണം. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലാണെങ്കിൽ 6 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പോളാർ കോർഡിനേറ്റ്സിലാണെങ്കിൽ 6 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത്രയും മനസ്സിലാക്കുക. ഓക്കെ. ഇനി ഒരു പ്രോബ്ലം നോക്കിയാൽ ഫൈൻഡ് ദ വോളിയം ഓഫ് ദ ഐസ്ക്രീം കോൺ ഡി കട്ട് ഫ്രം ദ സോളിഡ് സ്ഫിയർ റോ ലെസ് ആർ ഈക്വൽ ടു 1 ബൈ ദ കോൺ തീറ്റ ഈസ് ഈക്വൽ ടു പൈ ബൈ 3. ഓക്കെ. തീറ്റ ഈസ് ഈക്വൽ ടു പൈ ബൈ 3 കോണാണെന്നുള്ള ഹോൾഡിങ് കാണിച്ചു തന്നല്ലോ. ഇനി ഐസ്ക്രീം കോൺ എന്ന് പറഞ്ഞാൽ ഒരു സ്പിയറിൽ നിന്ന് കട്ട് ചെയ്തിരിക്കുന്നത്. സോ ബേസിക്കലി ഒരു സ്പിയർ ഉണ്ടാവും. സോ നമ്മൾ കോൺ കട്ട് ചെയ്യുമ്പോൾ ബേസിക്കലി വരാൻ പോകുന്നത് ഈ ഒരു ഷേപ്പാണ് ഉദ്ദേശിക്കുന്നത്. സോ ബേസിക്കലി വരാൻ പോകുന്ന ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊരു കോണുണ്ട്. സ്പിയറിൽ നിന്ന് കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു ഐസ്ക്രീം പോലെ കിട്ടും. സോ ഈ ഇതെന്ന് പറഞ്ഞാൽ തീറ്റ എന്ന് പറഞ്ഞാൽ പൈ ബൈ 3 ഉദ്ദേശിക്കുന്നത് ഇതാണ് തീറ്റ എന്ന് പറഞ്ഞാൽ പൈ ബൈ 3. സോ ബേസിക്കലി ഇതെങ്ങനെയാണ് വരാൻ പോകുന്നത്? ഓക്കെ. സോ നമുക്ക് അതിൻ്റെ ഫോർമുല എഴുതാം. ഫോർമുല എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ഡി വി ആണ്. ഓക്കെ. അതായത് ട്രിപ്പിൾ ഇൻറ്റഗ്രൽ നമ്മൾ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കൺവേർഷൻ യൂസ് ചെയ്യുന്നത് റോ സ്ക്വയർ സൈൻ ഫൈ അല്ലേ? റോ സ്ക്വയർ സൈൻ ഫൈ ഡി റോ പിന്നെ ഡി ഫൈ പിന്നെ ഡി തീറ്റ, ഡി റോ ഡി ഫൈ ഡി തീറ്റ. ഓക്കെ. സോ ഇതാണ് നമ്മുടെ കോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. സോ ഇവിടെ നോക്കിയേ. സോ നമ്മുടെ കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ കോൺ വരുന്നത്. സോ ഇതാണ് 3 ഡയമെൻഷണൽ ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഷേപ്പ്. കോൺ എന്ന് പറയുന്ന സാധനം ഇതാണ് വരാൻ പോകുന്നത്. സോ നോക്കിയേ, ഇനി നോക്കിയേ, ഈ കോണിൽ നിങ്ങളുടെ റോയുടെ വേരിയേഷൻ എങ്ങനെയാണ്? 0 മുതൽ എവിടം വരെ പോകുന്നുണ്ട്? ഈ സ്പിയറിൻ്റെ ടോപ്പ് വരെ പോകുന്നുണ്ട്. സോ റോയുടെ വേരിയേഷൻ എന്താണ്? 0 to 1. ഓക്കെ. ഇനി ഫൈയുടെ വേരിയേഷൻ എന്താണ്? ഫൈയുടെ വേരിയേഷൻ ഇവിടെ ഇസഡ് ആക്സിലായിട്ട് മേക്കുന്ന ആംഗിളാണ് 0 മുതൽ പൈ ബൈ 3 വരെ പോകുന്നത്. ഇവിടെയും 0 മുതൽ ഇവിടെ നമ്മൾ പോസിറ്റീവ് ആക്സിലായിട്ട് മേക്കുന്ന ആംഗിൾ. സോ എല്ലാം നമ്മൾ പോസിറ്റീവ് എടുക്കണം. 0 മുതൽ പൈ ബൈ 3 വരെ. സോ ബേസിക്കലി പൈയുടെ ആംഗിൾ ഇവിടെ വരാൻ പോകുന്നതിനാണ് 0 മുതൽ പൈ ബൈ 3. ഇവിടെ നമ്മൾ തന്നിട്ടുണ്ട് ബൈ ദ കോൺ ബൗണ്ടഡ് ബൈ ദ കോൺ തീറ്റ ഇസിക്കൽ പൈ ബൈ 3 ആണ്. സോ മാക്സിമം പോകുന്ന പൈ ബൈ 3 വരെ പോകുന്നത്. സോ 0 മുതൽ 0 എന്ന് പറയുമ്പോൾ ഈ ഒരു ലൈൻ വരും. പിന്നെ പൈ ബൈ കോൺ എന്ന് പറഞ്ഞാൽ ഇതാണ് ഷേപ്പ്. തീറ്റ ഇസിക്കൽ പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ ഇത് ഫുൾ സാധനമാണ് കോൺ എന്ന് പറഞ്ഞാൽ. സോ തീറ്റ മുതൽ പൈ ബൈ 3. സോ ഇവിടെ ആണെങ്കിലും അത്ര ആംഗിൾസ് തന്നെ വരുന്നത്. തീറ്റ മുതൽ പൈ ബൈ 3 എന്നുള്ള സാധനം എടുക്കുന്നത്. ഓക്കെ. ഇനി അതുപോലെ തന്നെ തീറ്റയുടെ ആംഗിൾ കൊടുക്കുമ്പോഴോ നമുക്ക് ഫുൾ സ്ഥലവും പറയണം. പ്രൊജക്ഷൻ കൊടുക്കാൻ നേരത്ത് നമുക്ക് ഫുൾ എക്സ് വൈ പ്ലെയിൻ വരുന്നുണ്ട്. സോ എന്താ അത് എല്ലായിടത്തും വരുന്നത്? സോ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് തീറ്റ ടു 2π. So this is how you write the limit. So 0 to 1, 0 to pi by 3, 0 to 2π rho square sin phi d rho d theta d phi. Okay. So this is the volume. This is how we find the volume. ഇനി സാധാരണ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ആദ്യം വിത്ത് റെസ്പെക്ട് റോ ചെയ്യുക. അപ്പോൾ സൈൻ ഫൈ കോൺസ്റ്റന്റ് ആയിട്ട് വരും. അത് കഴിഞ്ഞിട്ട് ഡി ഫൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഡി തീറ്റ ചെയ്യുക. സോ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ. സോ ദിസ് ഈസ് ചേഞ്ച് ഓഫ് കോർഡിനേറ്റ്സ്, സ്പെറിക്കൽ ആൻഡ് പോളാർ കോർഡിനേറ്റ്സ്. ഓക്കെ. സോ തൽക്കാലം നമ്മളിവിടെ നിർത്തുവാണ്. അടുത്ത സെക്ഷൻ കൂടെ നമുക്ക് ഈ മൊഡ്യൂൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ.